ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനീസ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളം അഥവാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എല്ലാ ജില്ലയിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് പ്രവർത്തനങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ 3 ഓഫീസാണ് ഉള്ളത്. നിലവിൽ ജോബ് സീക്കറാണ് നിങ്ങളെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. കാരണം നിങ്ങളുടെ ബയോഡേറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ജോബ് വരികയാണെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നേരത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ പോയാൽ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റി കൂടി വന്നിട്ടുണ്ട്. മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് രജിസ്റ്റർ ആസ് എ ജോബ് സീക്കർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് പേര് എൻ്റർ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ് മൊബൈൽ നമ്പർ, നമുക്ക് ഏതാണ് ലോഗിൻ ഐ ഡി വേണ്ടത് അത് എൻ്റർ ചെയ്യാം. പാസ്വേഡ് 6 to 12 ക്യാരക്ടറാണ് വേണ്ടത്. അതിലൊരു അപ്പർ കേസ്, ലോവർ കേസ്, ഒരു ഡിജിറ്റ്, ഒരു സിമ്പിൾസ് വേണം. ഈ 2 പാസ്വേഡ് മാച്ച് ആയിരിക്കണം, സെയിം പാസ്വേഡ്. ഇവിടെ ഇമെയിൽ ഐ ഡി ജിമെയിൽ അല്ലെങ്കിൽ യാഹൂ ആണ് വേണ്ടത്. ആധാർ നമ്പർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പിന്നെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്യുക താഴെ. ക്രിയേറ്റ് അക്കൗണ്ട്. ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് അക്കൗണ്ട്. നമുക്ക് ലോഗിൻ ചെയ്യാം. നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും. പാസ്വേഡ്, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റത്തെ വിൻഡോ എന്ന് വെച്ചാൽ ഇമെയിൽ വെരിഫൈ ചെയ്യാനും മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനാണ്. വെരിഫൈ ചെയ്യുന്നില്ലെങ്കിൽ വെരിഫൈ ലേറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുന്നുണ്ട്. വെരിഫൈ ഇമെയിൽ. നേരത്തെ രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് വെരിഫിക്കേഷൻ ഇമെയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്ലിക്ക് ബട്ടൺ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വിൻഡോയിലേക്ക് എത്തിപ്പെടും. എന്നിട്ട് എഗെയിൻ സൈൻ ചെയ്യാം. ആൻഡ് പാസ്വേഡ് നേരത്തെ കൊടുത്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വിൻഡോയിൽ കാണാം ഇമെയിൽ വെരിഫൈഡ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാനിപ്പോൾ വെരിഫൈ ലേറ്റർ കൊടുക്കുന്നുണ്ട്. ഈ മൊബൈൽ നമ്പർ പിന്നീട് ഞാൻ വെരിഫൈ ചെയ്യും. ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നോ ഐ ആം ഫ്രഷ് ജോബ് സീക്കർ. യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വിൻഡോ കിട്ടും. അവിടെ നമ്മൾ നേരത്തെ കിട്ടിയ എംപ്ലോയ്മെൻറ്റ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നോ ഐ ആം ഫ്രഷ് ജോബ് സീക്കർ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഐ അഗ്രി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോയിലാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, വില്ലിങ്നെസ് ഡീറ്റെയിൽസും ബാക്കിയുള്ള എക്സ്പീരിയൻസും എല്ലാം ഈ വിൻഡോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സെൻറ്റർ പോയി അവിടെ സബ്മിറ്റ് ചെയ്യണം ഇതിൻ്റെ ഒറിജിനൽ. അതിനുശേഷം അവർ വെരിഫൈ ചെയ്ത് ആ ഒറിജിനൽ നമുക്ക് തരുന്നതായിരിക്കും.